ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഹെയർ എൻ്റെ മുടി കണ്ട് എൻ്റെ മുടിയുടെ ലെങ്ത് എന്ന് പറയുന്നത് ഈ ഒരു സൈസാണ്. അപ്പം ഞാൻ കുറേ നാളായി മുടി വെട്ടിയിട്ട് ഞാൻ കുറേ നാളായി. അപ്പോൾ ഞാൻ വിചാരിച്ച മുടി എന്തെങ്കിലും ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്താൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതലും എൻ്റെ മുടി ഞാൻ അമ്മേനെ കൊണ്ട് തുമ്പ് വെട്ടിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മുന്നെയൊക്കെ പാർലറിൽ കൊണ്ടുപോയി വെട്ടുമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ മുടി അത്യാവശ്യം എനിക്ക് പൊതുവെ ലെങ്ത് ഉള്ള ഒരു ഹെയർ ടെക്സ്ചർ ആയിരുന്നു. പിന്നെ ഞാൻ മുടി ഒന്ന് ക്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വളർത്തി ഇപ്പം ഇത്രയും ഒരു ലെങ്ത്തിലാക്കി. ഇടയ്ക്ക് ഞാൻ പല പ്രാവശ്യം ഞാൻ തുമ്പ് വെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു പിന്നെ ഞാൻ കുറച്ച് ഫ്രിഞ്ചസ് ഇങ്ങനെ ഫ്രണ്ടിൽ വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വിചാരിച്ചെങ്കിൽ ഇന്ന് കുറേ നാളായി ഈ ഒരു ഫ്രിഞ്ചസ് മാത്രം വെട്ടിയിടുന്ന അല്ലാതെ എൻ്റെ മുടി ലെങ്തി ആ ഒരു ഇതിൽ തന്നെ കിടക്കുക. അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ ഇന്ന് മുടി ഒന്ന് ലെയർ കട്ട് ചെയ്ത് നോക്കാമെന്ന് കരുതി. എന്തായാലും ലെയർ കട്ട് ചെയ്യാൻ പോകും. അപ്പം ഞാൻ വിചാരിച്ച് നിങ്ങളെയും കൂടെ കാണിച്ചുകൊണ്ട് കട്ട് ചെയ്യാം. ഞാൻ എങ്ങനെയാണ് എൻ്റെ ഹെയർ ലെയറിൽ ഞാൻ എങ്ങനെയാണ് സ്വന്തമായിട്ട് കട്ട് ചെയ്യുന്നത് കാണിക്കാം. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ട് വേണ്ടുന്നത് ഇതേപോലെ ഒരു വലിയ സൈസിലൊരു കൊമ്പ് വേണം. പിന്നെ ആണെങ്കിൽ ചെറുതും എടുത്തോ. പിന്നെ ഞാൻ കത്രിക എടുത്തിട്ടുണ്ട്. കത്രിക ആണല്ലോ എൻ്റെ മെയിൻ സാധനം എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ കത്രിക എടുത്തിട്ടുണ്ട്. ഇത് മീൻ വെട്ടുന്ന കത്രിക ഈ ഒരു മോഡലാണ്, പക്ഷെ നമ്മളിത് എടുത്തതേ ഉള്ളു. അപ്പം വേണ്ടേ കത്രികയും വേണം. പിന്നെ കുറച്ച് ബണ്ണ് വേണം കേട്ടോ. ബണ്ണ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലെയർ എടുക്കാനായിട്ട്. അപ്പം എൻ്റെ ഹെയറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് വേണ്ട ഈ ഒരു ലെങ്ത് ആണ്. അപ്പം ഞാൻ എന്തായാലും മുടി വെട്ടാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് വേണ്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇടണം. ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഈ ഒരു പോർഷൻ നമ്മുടെ നെറ്റി ഭാഗം ഉണ്ടല്ലോ, നമ്മൾ നേരെ ബൗൾ എടുക്കുമല്ലോ. അപ്പൊ നേരെ ബൗൾ എടുക്കുന്ന ഈ ഭാഗത്തായിട്ട് നമ്മൾ ബൺ ചെയ്യണം. കറക്റ്റ് ആയിട്ട് ബൺ ചെയ്ത് വേണം. അപ്പൊ ബൺ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ലെങ്ത്തിൽ നമ്മുടെ ലെങ്ത് എത്രത്തോളം കുറയ്ക്കണം ആ ഒരു ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കാം. ബണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഈ ഒരു ലെങ്ത്തിലാണ് ഞാൻ ഹെയർ കട്ട് ചെയ്യുന്നത്. അതെ, ഈ ഒരു ലെങ്ത് കാണുന്നുണ്ടോ? ഈ ഒരു ലെങ്ത്തിലാണ് ഞാൻ ഹെയർ കട്ട് ചെയ്യുന്നത്. ഇത്രയും ഞാൻ കട്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് തുമ്പൊക്കെ ഒന്ന് വൃത്തിക്ക് ഒന്ന് സെറ്റാക്കി കൊടുക്കാം. ഇത് ആക്ച്വലി എന്തിനാ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. എല്ലാവരും ചെയ്യുന്നതാണോ വീഡിയോസിലൊക്കെ? അപ്പൊ പിന്നെ ഞാനും ചെയ്യുന്ന അത്രേ ഉള്ളൂ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഫ്രണ്ടിലോട്ട് ഇടാം. കഴിഞ്ഞിട്ടില്ല. ഈ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഇയർ പോർഷൻ ഉണ്ടല്ലോ, ഈ ഇയർ ടു ഇയർ പോർഷൻ കറക്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് മുടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട്. അതും സെയിം പ്രോസസ്. ഇയർ പോർഷൻ ഇങ്ങനെ എടുക്കുക. ഇയർ പോർഷൻ ആണ് ഞാൻ മുടി എടുത്ത് ഇങ്ങനെ ബൺ ചെയ്ത് നേരത്തെ പ്രോസസ് തന്നെ ഇവിടെ വെക്കുക. എന്നിട്ട് ബാക്കിലത്തെ മുടി ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എത്രത്തോളം എടുക്കണം. അപ്പൊ അടുത്ത സെറ്റ് കഴിഞ്ഞു. ഇനി വേണ്ടുന്നത് ഞാനിപ്പോ ഇയർ ടു ഇയർ ആണ് എടുത്തിരുന്നത്. ഇനി അതിന് കുറച്ചും കൂടെ പോർഷൻ, അതായത് ഈ ഒരു സെറ്റ് അതും ഇങ്ങനെ കറക്റ്റ് ആയിട്ട് അതെങ്ങനെ എടുത്താൽ മതി. ഈ ഒരു വരലിന്റെ ഈ ഒരു നമ്മുടെ ഈ ഒരു പുരുവത്തിന്റെ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഈ പുരുവത്തിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഈ ഒരു പുരുവത്തിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്താൽ മതി. വീണ്ടും ബൺ ചെയ്യുക.
സെയിം ഈ ഒരു ഇതിൽ തന്നെ ഇരിക്കണം, മുടി ചരിയാൻ പാടില്ല. അതിനുശേഷം ഞാൻ വീണ്ടും ഒരു ബണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. ബണ്ണിട്ട് കൊടുത്തിട്ട് ഞാൻ ഈ ഒരു ലെങ്ത്തിൽ ഈ മുടിയും മുറിക്കുന്നുണ്ട്. ഇത്രയും മുടി വെച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആ ലെയറിന്റെ ഡിഫറൻസ് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയെങ്കിലും ചെയ്തേ പറ്റും. അറിയാണ്ട് എൻ്റെ അമ്മ എന്നെ തെറി വിളിക്കുന്നു, പക്ഷെ ഞാനങ്ങ് ചെയ്യുമെന്ന്. ലാസ്റ്റിന് അമ്മയുടെ റിയാക്ഷൻ കണ്ടിട്ട് പറയാൻ കുഴപ്പമില്ലല്ലേ. അതിനുശേഷം ഞാൻ ഓൾറെഡി ഫ്രണ്ടിൽ ഫ്രിഞ്ചസ് വെട്ടിയിട്ടിട്ടുള്ളത് കൊണ്ട് ഞാനിനി പ്രത്യേകിച്ച് ഫ്രിഞ്ചസ് ഒന്നും വെട്ടിയിടുന്നില്ല. അഥവാ നിങ്ങൾക്ക് ഫ്രിഞ്ചസ് വെട്ടിയിടണം എന്നാണ്, അങ്ങനെ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ട്രൈ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഫ്രിഞ്ചസ് വെട്ടിയിടണം എന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് സെക്ഷൻ എടുക്കുക. ഫ്രണ്ടിലോട്ട് സെക്ഷൻ എടുത്തതിന് ശേഷം എന്താ വേണ്ട, ഇങ്ങനെ ഒരു ഷേപ്പിൽ എടുക്കുക ഹെയർ. അതേപോലെ തന്നെ ഈ സൈഡ് ഈ ഒരു ട്രയാങ്കിളോ ഒരു സ്ലോപ്പോ എന്തെങ്കിലും പറയാം. ഈ ഒരു രീതിക്ക് കറക്റ്റായിട്ട് മുടി എടുക്കണം. മുടി എടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യാം. 2 ട്വിസ്റ്റ് ഇട്ടോ. ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം തുമ്പൊന്ന് നിങ്ങൾക്ക് എത്ര സൈസാണോ വേണ്ടുന്നത് അതൊന്ന് കട്ട് ചെയ്യും. ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചില്ല, എൻ്റെ ഓൾറെഡി ഞാൻ ചെയ്തിട്ടേക്കുന്നതാണ്. ജസ്റ്റ് ഇങ്ങനെ. അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ ഓൾമോസ്റ്റ് വെട്ടിക്കഴിഞ്ഞു. ലെയർ അപ്പൊ അത്യാവശ്യം ഒരു ലെയർ ലുക്കായില്ല. നമ്മള് പാർലറിൽ നിന്ന് ഹെയർ സെറ്റ് ചെയ്തിടുമ്പോൾ അത് വേറൊരു രീതിയിൽ കിടക്കും. നമുക്ക് നമ്മുടേതായ രീതിയിൽ സ്വന്തമായിട്ട് ചെയ്തിടാം. കൊള്ളാല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ മുന്നേ ഒക്കെ ചെയ്യാറുണ്ട്, അതുകൊണ്ട് എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ മുന്നേ ഒക്കെ ഹെയർ ഞാൻ സ്വന്തമായിട്ട് തന്നെ ലെയർ വെട്ടിയിട്ടിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമായി. നല്ല ഭംഗിയില്ലേ? എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രസമുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് ഹെയറിന്റെ ലെങ്ത് ഒന്നും കുറച്ചിട്ടില്ല, എന്നാൽ ആ ഒരു ലെങ്തിൽ തന്നെ ഞാൻ ലെയർ അടിച്ചിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ട് ഈ ലെയർ കട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.